ഹായ്, ഫുട്ബോളിൽ ഒരു കളിക്കാരന് വേണ്ടത് ടെക്നിക്കൽ എബിലിറ്റി ആണോ ടാക്ടിക്കൽ എബിലിറ്റി ആണോ? നമുക്കറിയാം പ്ലെയേഴ്സ് ഒരുപാട് ടെക്നിക്കൽ പ്രാക്ടീസ് ചെയ്യാണ്. തീർച്ചയായിട്ടും ടെക്നിക്ക് നമ്മുടെ ഒരു പ്രോഗ്രഷൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഒരു പ്ലെയറിന് വേണ്ടത് ടാക്ടിക്കൽ എബിലിറ്റിയാണ്. അതായത് നമ്മളൊരു ബോളുമായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഒപ്പോണൻറ്റിനെ ബീറ്റ് ചെയ്ത് നമുക്ക് ആ ടെക്നിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടാക്ടിക്കൽ എബിലിറ്റി ആയിട്ട് വേണ്ടത്. അതായത് നമുക്ക് ഓൺ ദ മാച്ച് അല്ലെങ്കിൽ നമ്മൾ ഗ്രൗണ്ടിൽ ഒരു മൂവ് ചെയ്യുമ്പോൾ ആ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അതപ്പോഴാണ് നമ്മൾ ടാക്ടിക്കൽ എബിലിറ്റി. അതായത് നമ്മൾ ഗെയിമിനകത്ത് നമ്മൾ പഠിച്ച ടെക്നിക്കുകൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ കളിക്കാരനായി മാറുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഷൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുപാട് നേരം ജഗിൾ ചെയ്യുന്നു. എനിക്കറിയാം എത്രയെങ്കിലും പ്ലേയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് എത്രയോ ജഗിൾ ചെയ്യുന്ന പ്ലേയേഴ്സ് അറിയാം. പക്ഷേ കളിക്കാറങ്ങോട്ട് കളിക്കാൻ പറ്റുന്നില്ല. അത് ടാക്ടിക്കൽ എബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ടാക്ടിക്കൽ എബിലിറ്റി എന്ന് വെച്ചാൽ നിങ്ങളുടെ ടെക്നിക്ക് ആ ഗെയിം സമയത്ത് നിങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. ആ ടെക്നിക്ക് ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ആളെ എടുത്ത് പോയി ഗോൾ അടിക്കാൻ സാധിക്കണം. അപ്പോഴാണ് ഒരു മികച്ച കളിക്കാരൻ. ഒരു സെലക്ഷനുമാരും നോക്കുന്നതാണ്. പ്ലെയറിന് ടാക്ടിക്കൽ എബിലിറ്റി ഇല്ലാത്ത പ്ലെയറിന് ടീമിൽ എടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ പ്രഷർ ഇല്ലാതെ എന്ത് ട്രെയിൻ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ പ്രഷറോടെ ട്രെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ടാക്ടിക്കൽ എബിലിറ്റി നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ എല്ലാവരും നിങ്ങൾ അണ്ടർ പ്രഷറിൽ നിങ്ങൾ ടെക്നിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ പ്ലെയർ ആകും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫുട്ബോൾ പ്ലെയറിന് വേണ്ടത് ടെക്നിക്കൽ എബിലിറ്റി അല്ല, ടാക്ടിക്കൽ എബിലിറ്റിയിലുള്ള മാസ്റ്ററിയാണ് ഒരു പ്ലെയറിനെ മികച്ച കളിക്കാരനാക്കി മാറ്റുന്നത്. അപ്പം നിങ്ങളുടെ ടാക്ടിക്കൽ എബിലിറ്റി ബിൽഡ് ചെയ്താൽ നിങ്ങൾ എക്സലന്റ് പ്ലേയേഴ്സായി മാറും. ഫുട്ബോൾ ഇനിയും വ്യത്യസ്തമായ വീഡിയോ കാണാം.